बिजुकुट्टा। तू कौन है? उसामा का बेटा है, कबूका है, मेरे घर का पत्नी का डांस वाला जाना है। अरे कुछ नहीं भाई, तेरे बॉस ने भैया मैंने सो गया तो क्या बहस क्या था? कौन है तुम है? പോപ്കോൺ है। आप कौन है? ये क्या है? क्या भैया पॉपकॉर्न है? നിങ്ങൾ എന്താ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ എനിക്ക് ഇവനെ മനസ്സിലായി. ഇവൻ എന്റെ ബിജുക്കുട്ടനാണ്. मैं बुजुकुटन नहीं हूँ, मैं वीरेंद्र सिंह। ഈ വര പോലെ ഇരിക്കുന്ന നീ എന്താ വീരേന്ദ്ര സിംഗ്? എടാ നീ എന്റെ ബിജുക്കുട്ടനാണ്. बुजुकुटन नहीं है, ബിജുക്കുട്ടൻ नहीं है? नहीं है, നീ എന്റെ ബിജുക്കുട്ടനല്ല. नहीं नहीं नहीं। ഹാൻസ് വേണടാ. ഇത്തിരി താടാ. അപ്പൊ നീ എന്റെ ബിജുക്കുട്ടനാണ്. നീ എന്റെ ബിജുക്കുട്ടൻ തന്നെ. ഞാൻ ബിജുക്കുട്ടൻ അല്ല. നീ ബിജുക്കുട്ടനല്ലേ? അല്ല, ഞാൻ കേരളത്തിൽ വന്നിട്ടുമില്ല, എനിക്ക് മലയാളം അറിയൂല. എന്റെ ചോറ്റാനിക്ക് രമ്മയുടെ സത്യം. പിന്നെ അവൻ ഏത് കുതാമി? ചോറ്റാനിക്കര അമ്മ എന്നല്ലേ പറഞ്ഞത്? ചോറ്റാനിക്കട്ടെ. അതെ പെങ്ങളെ. बोलो ना। ബാലുവല്ല അനിക്കുട്ടൻ. अरे क्या पूछा बताइए, बता साइकिल में बोला साइकिल बताइए क्या? ഇത് ഞാൻ ആരോട് പറയാനായിട്ടാണ്? അല്ല. നിങ്ങൾ 3 പേരൊന്ന് കേൾക്കണം. എന്റെ നാട്ടിൽ എനിക്കൊരു കൂട്ടുകാരനുണ്ട്, ബിജുക്കുട്ടൻ. പറവൂരല്ല, എന്റെ നാട്ടിൽ. ആ ബിജുക്കുട്ടൻ എന്റെ പെങ്ങളുമായിട്ട് ഭയങ്കര പ്രേമത്തിലായിരുന്നു. അവൻ പഞ്ചാബിലേക്ക് നാട് വിട്ടു. അവനെ കണ്ടുപിടിക്കാൻ വേണ്ടി വന്നാ ഞാൻ. അറിയാമോ, ഇന്ന് അവനെ കിട്ടിയില്ലെങ്കിൽ ആകെ പ്രശ്നമോ. ഞാനിപ്പോ വീഡിയോ കോൾ ചെയ്തു കഴിഞ്ഞാൽ എന്തോരം പെമ്പിളർന്ന് അറിയുമോ അവനോട് സംസാരിക്കാനിരിക്കുന്നത്? ആണോടാ? ആ ബിജുക്കുട്ടൻ. ഞാനാടാ നീ നേരത്തെ പറഞ്ഞു നീ ബിജുക്കുട്ടനല്ല. എന്റെ ശാരദനാണ് സത്യം, ഞാൻ ബിജുക്കുട്ടനാടാ. എടാ ബിജുക്കുട്ടാ, എനിക്ക് വിശ്വാസമാടാ. ഹായ് പഞ്ചാബിച്ചി. छोड़ दो मुझे। അതുകൊള്ളല്ല കേറി വരികയാണല്ലോ. ഒന്ന് കിട്ടിയാലെന്താ? പഞ്ചാബിൽ നിനക്ക് കോലത്തിന്റെ ബിസിനസ് ആണല്ലോ. എനിക്ക് കുറെ നേരം വല്ല നീ വീട്ടിൽ കയറി വന്നാൽ അത് വന്ന് പറയുന്നു क्या करने के आप कुछ के മലയാളവും പഞ്ചാബിയും കൂടി ഒരുമിച്ച് പറയണേ. അതെന്നാന്നറിയാമോ, ഞാനിങ്ങനെ വന്നപ്പോ അവളെന്നെ ഹിന്ദി പഠിപ്പിക്കാൻ വേണ്ടി നോക്കിയതാ. അവസാനം അവള് മലയാളം പഠിച്ചു, ഉള്ള ഹിന്ദി മറന്നും പോയി. നിനക്ക് എനിക്ക് അറിയാൻ പാടില്ലേ? എനിക്ക് ഹിന്ദി അറിയാം. ഒന്ന് പറഞ്ഞാ കേക്കട്ടെ. മേരി മേരി പ്രേമിച്ചുക്കോ, തൂ കഹാനി പ്രേമിച്ചുക്കോ എന്ന് വെച്ചാ നീ വന്നതല്ല, നിക്കാതെ ഇറങ്ങി പോവാ. അപ്പൊ പാട്ടിന്റെ അർത്ഥം അതായിരുന്നല്ലേ? പാട്ടിക്ക് അറിയാറുന്നല്ലേ? വീട്ടിൽ നിന്ന് ഇറങ്ങി പോടാ. കുറെ നേരമല്ല നീ തുടങ്ങിയിട്ട്. അങ്ങനെ ഇറങ്ങി പോകാൻ പറയാൻ നിങ്ങൾ ആരാണ്? ഞാൻ ആരാന്നോ? ഈ നിൽക്കുന്ന ഇദ്ദേഹത്തിന്റെ ഭാര്യ. അതെ, ഇദ്ദേഹം എന്റെ കൂടെ നാട്ടിൽ വരികയാണെങ്കിൽ ഇദ്ദേഹത്തെ പരിചയപ്പെടാൻ വേണ്ടി ഒരുപാട് ഇദ്ദേഹന്മാരും ഒരുപാട് ഇദ്ദേഹിമാരും കാത്തിരിപ്പുണ്ട്. എന്റെ ഭാര്യയുടെ മുമ്പിൽ വെച്ചാൽ കളിയാക്കിയാണ്ടല്ലോ. പക്ഷെ നിന്റെ ഭാര്യ അതല്ല അവള് പറഞ്ഞത്. അതാണ് എന്റെ ഭാര്യ സിന്ധു. സിന്ധു? എനിക്ക് ഈ സിന്ധുവിനെ അറിയാം. എങ്ങനെ അറിയാം? എനിക്ക് മാത്രമല്ല, ഈ ഇന്ത്യ രാജ്യത്തുള്ള എല്ലാവർക്കും ഈ സിന്ധുവിനെ അറിയാം. നീ പാനിന്റെ കാര്യന്നല്ലേടി. ആവശ്യമില്ലാത്തൊന്നും പറയരുത്. എനിക്ക് അങ്ങനെ അറിയാടോ? സ്കൂളിൽ പഠിക്കാനുണ്ടല്ലോ. സ്കൂളിലോ? പഞ്ചാബ് സിന്ധു. ആ പഞ്ചാബിലെ സിന്ധു അല്ലേ ഈ സിന്ധു? മെനകെട്ടവൻ, അത് വേറെ സിന്ധു. എന്റെ ഭാര്യ സിന്ധു. അതെ, ഞാൻ ഇവിടുത്തെ ഇന്നും നിന്റെ സിന്ധുവിനെ തീരെ സംസ്കാരമില്ലടാ. ആര് പറഞ്ഞോണ്ട് എനിക്ക് സംസ്കാരമില്ലെന്ന്? ആര് പറഞ്ഞോണ്ട് എനിക്ക് സംസ്കാരമില്ലെന്ന്? എനിക്ക് സംസ്കാരം ഉണ്ടെന്നാ കേട്ടിട്ടില്ലേ? സിന്ധു നദിയുടെ സംസ്കാരം. എന്റെ സംസ്കാരം അതാ. ഇതെന്ത് സംസാരം ഉണ്ട്? നിന്റെ ഭാര്യക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടടാ? വഴിയെ മനസ്സിലാവും. ആണോ? ഞാൻ മറിക്കേ കൂട്ടുകാരൻ വന്ന കണ്ടില്ലേടി? പോയി ചായ എടുത്തിട്ട് പാടി. ആരെങ്കിലും കണ്ടാലോ? പോയി ചായ എടുത്തിട്ട് പാടി. അരേ ഭയ്യ, പഞ്ചസാര ഡാലോ ഡാലോ. ഈ പറഞ്ഞ ഹിന്ദി എനിക്ക് മനസ്സിലായി. ഞാൻ ഹിന്ദി പഠിച്ചു. എന്താ പറഞ്ഞറിയുമോ? പഞ്ചസാര ഇടാലോ ഇടാലോ, കൊഞ്ചം കൊഞ്ചം ഇട്ടോളൂ ഇട്ടോളൂ. മണ്ടന്മാരുടെ എന്നെ കൊണ്ട് ഇടുകയും ചെയ്തു. എന്നാണ് പറഞ്ഞത്? ഒരു ആത്മകഥാഗതം പറഞ്ഞതാ. എന്ത് പറ്റണം നിന്റെ മൂക്കിന്? ഒന്നും പറയണ്ട. ഇന്നലെ റെയിൽവേ സ്റ്റേഷൻ വന്നിട്ടുണ്ടല്ലോ, മലർന്ന് കിടന്നാണ്. ഏതോ പട്ടി ഒന്ന് മൂക്കടിച്ചോണ്ട് പോടാ. ആകെ നീ കമിഴ്ന്ന് കിടക്കാത്ത. അതന്നെ. അല്ല, നീ ആശുപത്രി പോയില്ലടാ? ആശുപത്രി പോയി. പഞ്ചാബിലെ ആശുപത്രി ഒക്കെ ഇങ്ങനെ ഞാൻ കേറി പറഞ്ഞറിയുമോ? ടോക്കൺ നമ്പർ 5 കൗണ്ടർ നമ്പർ 3 ടോക്കൺ നമ്പർ 5 കൗണ്ടർ നമ്പർ 3. അത് കേട്ട് തലപുറത്തിന് ഞാൻ ഇങ്ങോട്ട് പോകുന്നു. ഇത് പഞ്ചാബല്ലടാ. പക്ഷെ എങ്ങനെയാണ് സാധനം? എങ്ങനെയാണ്? ടോക്കൺ നമ്പർ 5 കൗണ്ടർ നമ്പർ 3. രസമുണ്ടല്ലേ? അതിന് നല്ല രസം കാണാം. ടോക്കൺ നമ്പർ 1 കൗണ്ടർ നമ്പർ 3 ടോക്കൺ നമ്പർ 1 കൗണ്ടർ നമ്പർ 3. ആയില്ലടാ, അത് ഉള്ളിക്കളിച്ചു പോയി. ചോദിക്കരുത്, തള്ളക്കി വിളിക്കും. നിന്റെ ഭാര്യ എന്താടാ? ഒന്നും പറയണ്ട. പറയണ്ട, ഞാൻ പോയാ. അതല്ലെന്ന് ഞാൻ പറയാ. എന്റെ ഭാര്യ പിണങ്ങിപ്പോയി. എന്തിനാണോ? എനിക്കൊരു ബിസിനസ് സ്ഥാപനം ഉണ്ടായിരുന്നു. ആ സ്ഥാപനം അവളുടെ പേരിലായിരുന്നു. അവള് പിണങ്ങിപ്പോയി. എന്റെടാ, സാധാരണ ഭാര്യയുടെ പേരിട്ടില്ലെങ്കിലാ പിണങ്ങിപ്പോണത്. നീ എന്ത് പേരാണ് ബിസിനസ് സ്ഥാപനത്തിലിട്ടത്? സന്ധ്യ ഫയർ ഹൗസ്. ഇതെന്നത് ആറാറ് വായിച്ചു തന്നതാ. എന്റെ ദൈവമേ, ഇതിന് അവള് നിന്നുണ്ടല്ലോ എടാ വെട്ടിട്ട് പോണടാ. അതൊക്കെ എന്റെ ഭാര്യ സിന്ധു. എടാ, എന്റെ ബിസിനസ് സാമ്രാജ്യത്തിന് ഞാൻ സിന്ധുന്റെ പേരല്ലേ ഇട്ടേക്കുന്നത്. അവള് പണങ്ങി പോയില്ലല്ലോ. എന്താടാ പേര്? സിന്ധു പബ്ലിക് ടോയ്ലറ്റ്. എടാ, നിന്റെ ഭാര്യ തല്ലുവാടാ? തല്ലുവോന്നോ? രാവിലെ തല്ലും, ഉറക്കോണിട്ട് വരുമ്പോ തല്ലും, രാത്രി തല്ലും, ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ തല്ലും. എടാ, എപ്പോഴെപ്പോഴും ഇങ്ങനെ തല്ലാനായിട്ടേ നീ എന്താ കുണ്ട്രന്റെ ഓഫീസിലെ ചുട്ട പറങ്ങാണ്ടിയാടാ? ഇനിയിപ്പോ എന്നെ തല്ലില്ല. ഈ ഒരു കുപ്പി മേടിച്ചു കൊടുത്താൽ മതി. അടിക്കോ?
അടിക്കുമെന്നോ? ഒന്നാം തീയതി അങ്ങനെ നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ടല്ലോ, തല നിറച്ച് പഞ്ചസാര വാരിട്ട് ദേ ആ ഉറുമ്പ് കൂടില്ലേ അതിൽ ചെന്ന് തലയിടും. എന്നിട്ട് ആ ഉറുമ്പൊക്കെ അവളെ തലക്കടിക്കുമ്പോ അതിന്റെ ലഹരി ആസ്വദിച്ചിട്ട് ൂസായിട്ട് കിടക്കണവളാണ് അവള്. ഭയങ്കര ലഹരിയാണ്. വെറുതെ എന്റെ അപ്പൂപ്പൻ പറഞ്ഞത് എന്ത്? ഈ പഞ്ചാബിയിലെ ആൾക്കാർക്ക് മൊത്തം ചൂടന്മാരാണെന്ന്. നിന്റെ അപ്പൂപ്പൻ എങ്ങനെ അറിയാം? ഞാൻ അപ്പൂപ്പന്റെ ഫോണിൽ കണ്ടായിരുന്നല്ലോ, എന്ത്? പഞ്ചാബി ഹോട്ടെന്ന്. അതല്ലെന്നാ സിന്ധു എന്റെ കൂട്ടുകാരൻ വന്നിട്ട് നേരത്തോടെ നേരായി അവൻ എന്തെങ്കിലും കഴിക്കാറുണ്ട് തൂക്കണേ. മൻമോഹൻ സിംഗ് എന്താ വീട്ടിൽ മൻമോഹൻ സിംഗ്, കബീർ കബീർ സിംഗ്, രവീന്ദ്ര സിംഗ്, നീ ആരാടാ? ഞാൻ അനിക്കുട്ടൻ, ഞാനാരാ? നീ ബിജുക്കുട്ടൻ. ശ്ശെ, എന്റെ ദൈവമേ, അടിയിൽ പോയതാ. അടിയിൽ പോയതാണ്. അല്ല നീ ഇപ്പൊ നിങ്ങൾ വെള്ളം കയറി എന്നെ നാട്ടിട്ട് വന്നത്? എടാ നിനക്കറിയാല, നീ എന്റെ പെങ്ങളും നമ്മൾ 5 വർഷമായിട്ട് പ്രേമത്തിലായിരുന്നോ? 5 വർഷം മുമ്പല്ലേ? അതല്ലടാ, ഇപ്പൊ പെങ്ങളും പെങ്ങളുടെ 1 വയസ്സുള്ള കൊച്ചും നിനക്കും വേണ്ടി കാത്തിരിക്കാണ്. ദൈവം കൊടുത്തല്ലോ. കൈ വെച്ചാ മതി. ഇവിടെ ഞാനും എന്റെ ഭാര്യയും ഞങ്ങളുടെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോനും അവന്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുക. അല്ല, നീ പഞ്ചാബി കൊണ്ട് 5 വർഷം, അപ്പൊ ഇങ്ങനെ 10ാം ക്ലാസ് പഠിക്കുന്ന കൊച്ചുണ്ടായത്? ആ എന്താ നിന്റെ പെങ്ങൾക്ക് മാത്രമേ ദൈവം പിള്ളേരെ കൊടുക്കൂ. അല്ല ഭാര്യക്ക് കിട്ടിയല്ലോ. അല്ല അത് വിടറാ, നീ എങ്ങനെങ്കിലും നാട്ടിക്കുവാ. നിന്റെ വരവും കാത്ത് എന്റെ അച്ഛനോടെ കാത്തിരിക്കാണ്. ആ വൃത്തികെട്ടവന്റെ കാര്യം നീ ഇവിടെ മിണ്ടല്. എടാ നിന്റെ പെങ്ങൾക്ക് ലവ് ലെറ്റർ കൊടുത്തതിന് പട്ടിയെ തല്ലണ പോലെ അല്ലടാ എന്നെ തല്ലിയത്. ആ അതൊക്കെ പോട്ടെ, നീ എങ്ങനെ ഇവിടെ എത്തി? എടാ നിന്റെ അച്ഛൻ തല്ലിയ സങ്കടത്തില് ഞാൻ നാട് വിടാൻ വേണ്ടി എല്ലാ വണ്ടിക്കും കൈ കാണിച്ചു. ഒരു വണ്ടി നിർത്തിയില്ല. അവസാനം ഞാനൊരു സാരി എടുത്ത് കൊടുത്തപ്പോഴേക്ക് ഒരു തമിഴ്നാട് പാണ്ടിലോർ നിർത്തി. അതിൽ കേറിയത് ആ അണ്ണാച്ചി എന്റെ ചുണ്ടി പിടിക്കുന്നു, കവിളി പിടിക്കുന്നു, വിവാഹപുരത്തിന് നടത്തുന്നു. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാൻ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തടാ. വൃത്തിയായിട്ടവനെ പിന്നെ എനിക്ക് നാട് വിടരുത്. എന്നിട്ട് നാട് വിട്ടാ? തമിഴ്നാട്ടിൽ ചെന്നപ്പോ ഞാൻ ലോറിയിൽ നിന്ന് ഇറങ്ങി ഓടി. അങ്ങനെ ഓടണ വഴിക്കാണ് ഇവളുടെ അച്ഛൻ മല്ലു സിംഗിനെ കണ്ടത്. പുള്ളി എന്നെ കണ്ടത് ഒറ്റ വർത്താനാ, ഡോക്ടർ ഗോവർദ്ധൻ എന്ന് വെച്ചാ എന്റെ കൂടെ പോയി നിനക്ക് നല്ലൊരു ജീവിതം തരാന്ന്. അങ്ങനെ ഞാൻ പുള്ളിയുടെ കൂടെ പോന്ന് പുള്ളിയുടെ മോളെ എനിക്ക് കെട്ടിച്ചു തന്ന് പുള്ളിയുടെ പുറകിലത്തെ സ്ഥലം സ്ത്രീധനവും തന്നു. പഞ്ചാബിലൊക്കെ ചന്തിയാണ് സ്ത്രീധനായിട്ട് തരുന്നത്. ആ കാണുന്ന പുള്ളിയുടെ വീട്, ഈ പുറകെ കാണുന്നൊക്കെ ഞങ്ങളുടെ സ്ഥല. പയ്യെങ്കിൽ പയ്യ വാ, പയ്യ പയ്യ. अरे भैया खबर के मिस कर दाल में तेसे कथा न मत करता पाम का कुत्ता पीछ के എടാ ഇത് ഹിന്ദി അല്ലടാ. അതൊന്നും അവളെ കൊണ്ട് സമ്മതിപ്പിക്കാമോ? പറ്റില്ല, അത് പറ്റിയല്ല. ഞാൻ അടുപ്പ് ഭാഗത്തിന് അവിടെ പാചകം ചെയ്യുന്നപ്പോഴത്തേനും ഒരു പാമ്പ് പത്തിയും പിടിച്ച് ഇങ്ങനെ വന്ന് നിൽക്കുന്നു. വിഷം ഫില്ല് ചെയ്യാൻ വന്നായിരിക്കും. ഹായ് പോപ്കോൺ. അപ്പല്ല കള. എന്നിട്ട് നീ എന്ത് ചെയ്തടി? ഞാൻ പാമ്പടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ. ഞാൻ ബാബാ സുരേഷിന്റെ പെങ്ങളുടെ അനിയത്തിയുടെ മോളാണെന്ന് പറഞ്ഞു. എന്നിട്ട് അത് പറഞ്ഞപ്പോഴത്തേന് ഈ പാമ്പന്റെ കാലേ കെട്ടി വീണ് ചെറിയ കരച്ചിലെന്നെ കുഞ്ഞ്. നീ ബാബാ സുരേഷിനെ ചെന്ന് പറയില്ലേ എവിടെങ്കിലും കാട്ടി പിടിച്ചുകൊണ്ട് കളയി വന്ന്. ടോക്കൺ നമ്പർ 1, കൗണ്ടർ നമ്പർ 3, ടോക്കൺ നമ്പർ 1, കൗണ്ടർ നമ്പർ 3, ടോക്കൺ നമ്പർ 1, കൗണ്ടർ നമ്പർ 3. ഇതിനെ കറണ്ട് അടിപ്പിച്ചില്ല? അടിപ്പിച്ചതാ. പവർ സ്റ്റേഷൻ അടക്കം കത്തിപ്പോയി. 3 ദിവസമായിരുന്നു പഞ്ചാബിൽ പവർ കട്ട്. എടാ ഞാൻ ചോദിക്കട്ടെ, ഇതിന് അച്ഛനാരും ഇല്ലേ? ചോദിച്ചു നോക്ക്, മരിച്ചുപോയി. അതെ, ടോക്കൺ നമ്പർ അച്ഛൻ മരിച്ചു പോയല്ലേ? എങ്ങനെ മരിച്ചു പോയത്? അച്ഛന്റെ കാര്യം പറഞ്ഞാല് പിന്നെ അച്ഛൻ മരിച്ചെന്ന് പറഞ്ഞ അച്ഛൻ പ്രകൃതി സ്നേഹിയായിരുന്നു. പ്രകൃതിയെ സ്നേഹിച്ച അച്ഛൻ അങ്ങ് മരിച്ചു. പ്രകൃതിയെ സ്നേഹിച്ച ആരെങ്കിലും മരിക്കോ? പോലീസുകാരായിരുന്നു നിറച്ച്. പോലീസാ? പിന്നെ ഗദ്ദർ സിംഗിന്റെ ഭാര്യ പ്രകൃതി സിംഗിനെ ജയിച്ച അയാൾ തല്ലിക്കൊല്ലത്തില്ലേ, പാട്ടിയെ പോലെ തല്ലിക്കൊന്നു. എങ്ങനെ തല്ലിക്കൊന്നത്? അച്ഛനെ പിടിച്ചിട്ട് മരത്തിൽ കിടത്തി പുക്കളിനകത്തോട്ട് ഗോതമ്പിട്ട് 2 സൈഡിൽ നിന്ന് ഒലക്കൊണ്ട് ഇടിച്ച് തവിടുപൊടിയാക്കി പുട്ടുണ്ടാക്കി പുട്ടായി തള്ളിക്കയറ്റി വെച്ചാണ് കൊന്നത്. അതിന്റെ ബാക്കി ഇച്ചിരി പുട്ടുപൊടി ഇരിപ്പുണ്ട്. ഫിംഗർ പ്രിന്റ് ഉണ്ടാക്കി തരട്ടെ. ഫിംഗർ പ്രിന്റാ? റൊട്ടിയില്ലേ അത്? കൗണ്ടർ നമ്പർ 2, ചെക്ക് നമ്പർ 1, കൗണ്ടർ നമ്പർ 2. छोड़ना जावी डोला, छोड़ना जावी डोला, छोड़ना जावी डोला डोला. ബിജുക്കുട്ടാ, അതെന്താ പാട്ടും ഹോളി ഹോളി ഇവിടുത്തെ ഹോളിക്ക് എങ്ങനെ ഇരിക്കൂടാ? ഹോളി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. അത് അങ്ങനെയല്ലടാ, ഞാൻ ഇവിടുത്തെ ഹോളിക്ക് എങ്ങനെയാണെന്ന്. ഇവിടുത്തെ ഹോളി എന്ന് പറഞ്ഞാൽ കളർ പൊടിയൊക്കെ വാരിട്ട് ഭയങ്കര പരിപാടിയല്ലേ? ആണോ? എന്റെ അമ്മച്ചിയെ ബഡാസിംഗ്. എന്റെ അമ്മച്ചി ബഡാസിംഗ്. ബഡാസിംഗ് ബെഞ്ചിന്റെ കീഴേ വിളിച്ചു കേട്ടല്ലോ, പറഞ്ഞുടാ. ബഡാസിംഗ് ബെഞ്ചിന്റെ കീഴ്. നോ പോ പോ പോ. പോയടാ 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 പോയടാ. നീ എന്താണ് പുള്ളിനോട് പേടിച്ചോടിയത്? ആ പുള്ളിക്ക് 8 അടി പൊക്കമുണ്ട്. എന്നെ കണ്ട ബട്സാന്ന് പറഞ്ഞെടുത്ത് ചെവി ഇടൂടാ.
बिजू भाई क्या करता है घर में आना क्या है എടാ നിന്റെ അച്ഛൻ ഉച്ചി വിട്ടു പോണം. बिजू भाई എന്താടാ അത്? എടാ അവൻ എന്നും വൈകുന്നേരം പണിയും കഴിഞ്ഞ് പോകുമ്പോ ഈ വരമ്പത്തിൽ നിന്ന് ഹിന്ദി പറച്ചില്ല. അവൻ അറിയാം എനിക്ക് ഹിന്ദി അറിയില്ലെന്ന്. ഇത് എന്റെ പഞ്ചാബ് സൊസൈറ്റിയുടെ മുന്നിൽ കളിയാക്കാൻ വേണ്ടിട്ട്. എന്താ സംഭവം അറിയുമോ? നിന്റെ പെണ്ണിനെ വളയ്ക്കാനാണെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് ഞാൻ അവനൊരു ബൊക്കയും കൊടുത്ത് ഇങ്ങനെ സ്വീകരിച്ചതിന്. ഇതല്ല ആ. അവൻ എന്നെ കളിയാക്കുക. ദേ, അതാണ് അവന്റെ ലക്ഷ്യം. നീ ഒരു പണി, നിന്റെ പെണ്ണ് വരുന്നുണ്ട്, എങ്ങനെങ്കിലും നാട്ടിൽ പോണ കാര്യം സംസാരിച്ച് ഡീല്. ഞാൻ അപ്പോഴേക്ക് കളർപ്പൊടിയൊക്കെ ഒന്ന് കാണട്ടെ. ടോക്കൺ നമ്പർ 1 കൗണ്ടർ നമ്പർ 2 ടോക്കൺ നമ്പർ 1. ഒക്കെ നിർത്ത്. ആനിക്കൂട്ടൻ എന്തിനാ വന്നേന്ന് അറിയാമോ? എന്തിനാ? എന്നെ നാട്ടിൽ കൊണ്ടുപോവാൻ. ബിജുക്കുട്ടാ, ഹോളിക്ക് പടക്കം പൊട്ടി എവിടുന്നാന്ന് കണ്ടില്ല. പടക്കം പൊട്ടിയല്ല, പിന്നെ എന്റെ കർണം പൊട്ടിയതാ. എന്താടാ? ഞാൻ പറ്റില്ല, നീ പൊക്കോ. അങ്ങനെ ശരിയാവൂല. എന്റെ പെങ്ങളെ, നാളെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകുമ്പോ എന്റെ നാട്ടിലേക്ക് ഞാൻ എന്റെ കൂട്ടുകാരൻ ബിജുക്കുട്ടനെയും കൊണ്ടുപോകും. അത് ശരി. ഇയാള് വിളിച്ച എന്റെ പഞ്ചാബ് കുടുംബത്തിൽ തന്നെ ഇറങ്ങി പോകണോ? പോകത്തില്ല. ഞാൻ പോവാണെങ്കിൽ എന്റെ പൊന്നിനെ കൊണ്ടല്ലേ പോകൂ. അപ്പൊ എന്നോട് ഭയങ്കര സ്നേഹമാ. പിന്നല്ലാണ്ട് ഈ ജന്മത്തിൽ നിന്നല്ല, അടുത്ത 7 ജന്മത്തിലും പൊന്നിനെ ഞാൻ തന്നെ കെട്ടും. ഇപ്പൊ 8ാമത്തെ ജന്മത്തിൽ ഒരു പെണ്ണ് വേണം, നീ അങ്ങ് ഇറങ്ങി പോകും. ഞാൻ ജനിക്കുവാണ് നിന്നെ കെട്ടിക്കോളാടി കേട്ടോ. ടോക്കൺ നമ്പർ 1. അപ്പൊ നാട്ടിൽ പോണ കാര്യം എടി ഇന്നിപ്പോ രാത്രി ഇത്രയില്ലേ, ഇത്ര സമയം ഇനി ഇപ്പൊ നാട്ടിൽ പോകണം എങ്ങനെ? പിന്നെ ഞാൻ വന്നിട്ട് നീ ആദിത്യ മര്യാദ കാണിച്ചില്ലെന്ന് പരാതി ഒന്നും പറയില്ലേ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, പുറത്തെവിടെയെങ്കിലും പോയി കിടക്കാൻ. അതല്ലെന്ന്, ഞാൻ കിടക്കണെങ്കിൽ ഇവിടെ കിടക്കുള്ളൂ. ഇവിടെയോ? അനിക്കുട്ടാ, ഓ എന്റെ വീട് ഇവിടെ കിടക്കുമ്പോ ഞാൻ എങ്ങനെ കാണൂടാ നീ ഇവിടെ കിടക്കണത്? അതുകൊണ്ട് ഞാൻ അകത്ത് കയറി കിടന്നോളാം. എടാ, അതല്ലെന്ന്, ഞാനും നീയും കൂടി ഇവിടെ ഒരുമിച്ച് കിടക്കാൻ വേണ്ടി പോകണമെന്ന്. ഒടുങ്ങാനായിട്ട് ഇവിടെ രാവിലെ നമുക്ക് നേരം വിളിക്കുമ്പോ പോവാട്ടാ. പോവാ. നിനക്ക് തലയാണൊന്നും വേണ്ട. പഞ്ചാബികൾക്ക് ഇതാണ് തലവേണം. ആണോ? കിടക്ക്. ഹായ്. ഈ വീടിനകത്ത് മൊത്തം കുരുവികളാണല്ലോടാ. വീടിനകത്തല്ല, നിന്റെ വാക്കകത്താണ് കുരുവി. അണ്ണാ എന്നെ പോകവിടണ്ണ. നാട് മുതൽക്ക് താനണ്ണ ഞാൻ എന്താ ലോറിക്ക് കൈ കാണിച്ചത്? അങ്ങ പിടിക്കൂടാതെ അണ്ണാ. ഇവൻ ഇപ്പോഴാ തമിഴ് ലോറി കിടക്കണല്ലോ. എടാ, തമിഴ് ലോറി വന്ന് ഇപ്പൊ പഞ്ചാബി നിന്റെ വീടിന്റെ മുറ്റത്താ കിടക്കണത്. അയ്യാ, കിടന്നു. ഒരു ദുസ്സപ്പ്. എടാ, നാളെ രാവിലെ നേരത്തെ എണീക്കണം. നീ ഒന്ന് കിടന്ന് ഉറങ്ങാൻ പാടൂ. വയ്യെങ്കിൽ കിടന്നുറങ്ങ്. അതല്ല ഭയ്യാന്ന് എന്നാ പോയില്ലേ? പോയില്ലായിരുന്നു. ഇവിടെയാണ് കിടന്നേ. ഇവിടെ കിടന്നത്. സത്യം. ആ, അടക്കാ കുരുവി എന്തേ? അടക്കാ കുരുവിയാ എന്റെ കെട്ടിയവൻ എന്തേന്ന് കിടക്കുന്നു. വിളിക്കണില്ല. പിന്നെ ഉണ്ടല്ലോ, എന്തുണ്ടല്ലോ? നമുക്ക് രണ്ടർക്കൂടെ. നമുക്ക് രണ്ടുപേർക്കൊന്നും ഞാൻ അത്രക്കാരനല്ല. അങ്ങനല്ലെന്ന്. പിന്നെ ഒരു കാര്യം, എന്ത്? ഞാൻ ഇന്നലെയൊക്കെ ആ. ഞാനും ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞപ്പോ ഒരു സാധനം പറഞ്ഞോണ്ട് നടന്നില്ലേ? ഉവ്വ. അതെന്തുവാ? ടോക്കൺ നമ്പർ 5 കൗണ്ടർ നമ്പർ 3. ടോക്കൺ നമ്പർ 1 കൗണ്ടർ നമ്പർ 3. ടോക്കൺ നമ്പർ 1 കൗണ്ടർ നമ്പർ 3. വീട്ടിൽ വന്നിട്ട് നീ എന്റെ പെണ്ണിനെ വളച്ചി എന്നെ കിടത്തിറക്കി. എനിക്ക് വേണ്ട, നീ അവളെ കെട്ടിക്കോ, നീ സുഖമായിട്ട് ജീവിച്ചോടാ. പൊട്ടനും പോയി ചട്ടനും പോയി ബോട്ട് കിട്ടി. കിട്ടോ നൈസായിട്ട് ഈ വട്ടുപണി എന്റെ തല വെക്കാനുള്ള പരിപാടിയല്ലേ? നടക്കൂലടാ. ഇത് ടോക്കൺ നമ്പർ 5 കൗണ്ടർ നമ്പർ 3 ചോദിക്കാൻ വേണ്ടി വന്നല്ലേ? കിടന്നുറങ്ങി രാവിലെ പോകണ്ടേ? രാവിലെ പോകണ്ടേ? ഞാൻ മാത്രമേ പോകുന്നുള്ളൂ. അപ്പൊ നിന്റെ പെങ്ങളെ ഞാൻ കെട്ടണ്ടേ? നീ എന്റെ പെങ്ങളെ നീയല്ല കെട്ടുന്നത്. പിന്നെ? കെട്ടാത്ത വേറൊരാളെ കൊണ്ട് ഞാൻ എന്റെ പെങ്ങളെ കെട്ടിച്ചോളാം. അപ്പൊ എന്റെ ജീവിതോളാ. ടോക്കൺ നമ്പർ 1 കൗണ്ടർ നമ്പർ 3. അപ്പൊ ഞാനാടാ പഞ്ചാബിലെ മെഴുകുതിരി. മനസ്സിലായില്ല? ഉരുകി തീരേണ്ടവൻ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.